തങ്ങളുടെ മക്കളുടെ വാശിക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ, എന്തെങ്കിലും മരുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിറങ്ങുന്ന ധാരാളം അമ്മമാരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മക്കൾ അത്രമാത്രം വാശിയാണ്. അവർ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടുന്നില്ല. അവരെന്താണോ ആഗ്രഹിക്കുന്നത് വാങ്ങിച്ചു കൊടുത്തേ അവർ അടങ്ങുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വളരെയധികം പൊറുതിമുട്ടിയ അമ്മമാരൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് വല്ല മരുന്നുണ്ടോ, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണത് ഇതിന് പരിഹാരം എന്നുള്ളത്. സത്യത്തിൽ ഭൂലോകത്ത് എന്ത് മരുന്നാണുള്ളത് ഈ വാശിക്ക്, കുട്ടികളുടെ വാശിക്ക് എന്ത് മരുന്നാണ്? പിന്നെ ഒരു മരുന്നുണ്ട്, അത് നമ്മളുടെ പഴയ കാരണന്മാരുടെ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള പാരൻസിൻ്റെ ഒക്കെ അവരുടെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനമ്മമാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ല മരുന്നുണ്ട്. അത് ഒന്നൊന്നര മരുന്നാണ്. അത് തീർച്ചയായിട്ടും അത് ഫലിക്കുമെന്നുള്ളതാണ്. എന്താണ് ആ മരുന്ന് എന്നുള്ളത് ഇപ്പോഴത്തെ പാരൻസിന് നന്നായിട്ട് അറിയാം. അവർ ഇന്നത്തെ പാരൻസ് പണ്ട് കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരാവശ്യപ്പെട്ട് എങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാലും അത് സാധിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത്. കാരണം അവരുടെ പാരൻസ് ഉപയോഗിക്കുന്ന പ്രത്യേകതരം മരുന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. എങ്ങനെ ഒക്കെ മെനക്കെട്ട് കഴിഞ്ഞാലും, അത് ഒച്ച വെച്ചാലും, അതുപോലെ തന്നെ മുഖം വീർപ്പിച്ചിരുന്നാലും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നാലും, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ മിണ്ടാതിരുന്നാലും ഒരു രക്ഷയുമില്ല, അത് പാരൻസ് വാങ്ങിച്ച് തരില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത് നിറവേറ്റി തരില്ല എന്നുള്ളത് കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അത് നമ്മളുടെ ഇന്നത്തെ തലമുറയിലുള്ള പാരൻസിന് നന്നായിട്ട് അറിയാവുന്നത്. പക്ഷേ അവരത് മറന്നുപോയി. അവരുടെ മക്കളിൽ അതെങ്ങനെയാണ് പ്രയോഗിക്കുക എന്നുള്ള അവർക്കൊരു പിടിയില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ച് നടക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള പാരൻസൊക്കെ എന്താണ് മക്കൾ ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം മുതൽ തന്നെ എന്താണോ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് സ്നേഹം നഷ്ടപ്പെടുത്തുന്ന ഒരു പേടിയാണ്. അത് മനസ്സിലാക്കിയ മക്കൾ തന്നെ ഏത് തരത്തിലാണ് തൻ്റെ പാരൻസിന്, എന്ന് പറഞ്ഞാൽ അമ്മയെ ആണെങ്കിലും അച്ഛനെ ആയാലും കീഴ്പ്പെടുത്തേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. അവരൊരു പക്ഷേ വളരെയധികം വാശി പിടിക്കും, ഇന്നത് വേണമെന്ന് പറയും. അങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ മുഖം വീർപ്പിച്ചിരിക്കും, അവർ ഭക്ഷണം കഴിക്കാതിരിക്കും, അതും അല്ലെങ്കിൽ കിടന്ന് ഉരുളും, അതുപോലെ അല്ലെങ്കിൽ ഒച്ച വയ്ക്കും. എന്തൊക്കെ ചെയ്താലാണ് ആ അമ്മയും അച്ഛനും കീഴടങ്ങുക, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് വഴങ്ങുക എന്നുള്ളത് ഇവർ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ സൈക്കോളജി നന്നായിട്ട് ഈ മക്കൾ മനസ്സിലാക്കേണ്ടത്. നിർഭാഗ്യവശാൽ അച്ഛനും അമ്മയ്ക്കും കുട്ടികളുടെ സൈക്കോളജി അറിയില്ല. അവരെങ്ങനെയാണ് തങ്ങളെ വീഴ്ത്തുന്നത് അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്നുള്ളത് ഇപ്പോഴും പാരൻസിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പാരൻസിന് പണ്ട് കാലത്ത് അവരുടെ പാരൻസ് എങ്ങനെയാണ് ഇവരോട് പെരുമാറി എന്നുള്ളതൊക്കെ മറന്നുപോയതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അവർ മരുന്ന് അന്വേഷിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് മരുന്ന്? മക്കൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ലാത്തതാണ്, അത് തന്നെ കൂടി സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അത് അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ ചെയ്തിരുന്നത്. നിങ്ങൾ എത്രമാത്രം പാടുപെട്ടു, പലതും നിങ്ങളുടെ പാരൻസിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലതും ലഭിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ വാശി പിടിച്ചാലും ലഭിക്കില്ല. കാരണം ആ പാരൻസ് നിങ്ങൾക്ക് അത് വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു തരില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ പാരൻസ് അങ്ങനെയാണോ? കുറേ സമയമൊക്കെ ഒന്ന് മസിൽ പിടിച്ച് നോക്കും മക്കളുടെ മുന്നിൽ. പക്ഷേ പിന്നീട് അവരുടെ സ്നേഹം നഷ്ടപ്പെടുന്നുള്ള പേടി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചില കുട്ടികൾ കുറച്ചെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഭീഷണിയുടെ സ്വരത്തിൽ പോലെ വരും. ഞാൻ വീട് വിട്ടു പോകുന്നൊക്കെ പറയും. അതും അല്ലെങ്കിൽ കിടന്ന് ഉരുളും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. അവസാനം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അതത് കൊടുത്തേക്കെന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. എന്നാലും ഈ കുട്ടിയുടെ വാശിയൊന്നും അടങ്ങൂല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിർഭാഗ്യവശാൽ എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഈ വാശി പിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക. അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, കുറേ സമയം കഴിഞ്ഞാൽ കെട്ടടങ്ങും. നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഈ അണയാൻ പോകുന്ന തീ എന്ന് പറഞ്ഞാൽ ആളിക്കത്തും. അതുപോലെ അവരുടെ മാക്സിമം അവർ കാണിക്കും. അതൊരു പക്ഷേ 2 ദിവസമൊക്കെ അവർ കാണിക്കും. ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ച് വാശി കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ നെഞ്ചത്തൊക്കെ ഇടിക്കും, അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കുന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് പാരൻസിനെ ഉപദ്രവിക്കാൻ വരുന്നുള്ളത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഒച്ച വയ്ക്കുന്നുള്ളത്. കാരണം അവരിത് പഠിച്ചു കഴിഞ്ഞു. അവർ ചെറുപ്പം മുതലേ കിട്ടി പഠിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് പാരൻസ് തന്നെയാണ് അതിൻ്റെ ഭാഗത്ത് ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തിരി പണമുണ്ട്, അതുകൊണ്ട് തന്നെ കാശുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മക്കൾക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ, അവർ മീറ്റ് ചെയ്യാൻ അവർക്കൊരു പ്രയാസമില്ല. പക്ഷേ വളരും തോറും കുട്ടികൾ ചോദിക്കുന്നത് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. അവിടെയാണ് പാരൻസ് കൊടുങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.